കഴിഞ്ഞ ദിവസങ്ങളിൽ അവൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചു. ഒരു എക്സാമിനകത്ത് എവിടോ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തോന്നിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞത് 1-2 സാക്ഷ്യങ്ങളാണ്. MBBS കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യയിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോയി. എക്സാം ഹാളിലിരുന്ന് കരച്ചിലോട് കരച്ചിലായിരുന്നു. കാര്യം മനസ്സിലായി കാണുമല്ലോ. അത് കഴിഞ്ഞ് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത സൺഡേ വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ 2 ടെസ്റ്റ് മണി പറഞ്ഞു. 2 ടെസ്റ്റ് മണി ഞാൻ പറഞ്ഞു. ഒന്ന്, ഓസ്ട്രേലിയയിലുള്ള ഒരു ഡോക്ടറിൻ്റെ ടെസ്റ്റ് മണി ഇവളോട് പറഞ്ഞു. 2, UK നിന്നുള്ള ഒരു ടെസ്റ്റ് മണി ഞാൻ പറഞ്ഞു. ഇവർ 2 പേരും ഓസ്ട്രേലിയയിലും UK യിലുമുള്ള 2 പേരും അവർ MBBS കഴിഞ്ഞവരായിരുന്നു. ഈ 2 രാജ്യത്തെയും, ഓസ്ട്രേലിയയിലാണെങ്കിൽ അവിടുത്തെ എക്സാം ഉണ്ട്, UK യിലാണെങ്കിൽ അവിടുത്തെ എക്സാം ഉണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു 3 ചാൻസോ മറ്റേ ഉള്ളൂ ആ രാജ്യത്ത്. 2 ചാൻസുകൾ പൊട്ടിപ്പോയവരാണ് ഈ 2 രാജ്യത്തുള്ള 2 പേർ. കേൾക്കുന്നുണ്ടല്ലോ? ഈ 2 പേരും ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള 2 പേരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഈ 2 പേരും 2 സമയങ്ങളിൽ ഇവര് അവസാനത്തെ 3rd ചാൻസ് എക്സാമിന് പോകുന്നതിന് മുമ്പ് പതിവ് പോലെ വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവ പദ്ധതി ഇവരെ കുറിച്ചുണ്ട്. പക്ഷേ ഫൈനൽ ചാൻസ് ആണ്. സ്തോത്രം. വളരെ ടഫായിട്ടുള്ള എക്സാം ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, ലോകമെമ്പാടും ഇൻക്ലൂഡഡ് ഇന്ത്യ. ഈ 2 പേരും, ഞാൻ ഇവളോട് പറഞ്ഞ ടെസ്റ്റ് മണി ഇതാണ്, ഈ 2 പേരും സ്വപ്നം കണ്ടു തോക്കുന്നതായിട്ട്. UK യിലും ഓസ്ട്രേലിയയിലുമുള്ള 2 ഡോക്ടേഴ്സും കണ്ടു തോക്കും. ഇതുകൂടാതെ ഇവർക്ക് പ്രവചനങ്ങൾ ഉണ്ടായി. പൈസ നഷ്ടപ്പെടും, തോറ്റുപോകും എന്നുള്ളതാണ് പ്രവചനങ്ങൾ. ഡയറക്റ്റ് തോറ്റുപോകുമെന്നല്ല, ഒരു വലിയ ലോസ് വരുന്നു. കാരണം നല്ല എമൗണ്ട് പേ ചെയ്തിട്ടാണ് എക്സാം എഴുതുന്നത്. ഒരു വലിയ ലോസ് വരുന്നു, ഒരു സങ്കടം, സോറോ വരുന്നു. പറഞ്ഞത് സാധാരണ പ്രവാചകന്മാരും അല്ല. കേട്ടോണം, ശക്തന്മാരായ പ്രവാചകന്മാർ പറഞ്ഞ പ്രവചനവും കണ്ട സ്വപ്നവും. കേൾക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ ഈ ടെസ്റ്റ് മണി പറയുന്നത് ഈ ഹാളിൽ ഇരിക്കുന്നവരും ഓൺലൈനിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരും ഇനി കേൾക്കാൻ പോകുന്നവർക്കും വേണ്ടിയിട്ടാണ്. ഈ 2 പേരും രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് എന്നെ വിളിക്കുകയാണ്, പാസ്റ്റർ കരയുകയാണ്, തോക്കും. ഫോണിലാണ്. അപ്പൊ ഞാൻ ഒരു സൈഡിൽ ഫോൺ വെച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മറു സൈഡിൽ ദൈവാത്മാവിനോട് സംസാരിക്കുകയാണ്. കേൾക്കുന്നുണ്ടോ? ഇവര് പറയുന്നു, ഞങ്ങൾ സ്വപ്നം കണ്ടു. രാവിലെ എഴുന്നേറ്റിരുന്ന് കുടുംബമായി കരയുന്നു. വേറൊരാളും സ്വപ്നം കണ്ടു കരയുന്നു. 2 പേരും 2 രാജ്യങ്ങളിൽ 2 സമയങ്ങളിൽ നടന്ന കാര്യമാണ്. 2 ടെസ്റ്റ് മണിയാണ്. 2 പേർക്കും ദൂതുണ്ട്. ഒരാളിന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല, പക്ഷെ വേറൊരാളുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഫറ്റ് പറഞ്ഞ ദൂതുകൊണ്ട് ലോ സോറോ വരും, ഉറപ്പിച്ച് തോക്കും. വേറെ മാർഗമില്ല. അതിലൊരാള് ആ രാജ്യത്തെ സിറ്റിസൺഷിപ്പും കിട്ടിയ ആളാണ്. ഇനി തോറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പക്ഷെ ഈ സമയത്ത് ഹോളി സ്പിരിറ്റ് എന്നോട് പറഞ്ഞ ഒരു ശബ്ദം ഞാൻ കേൾക്കുകയാണ്. ദൈവാത്മാവിനോട് പറയുകയാണ്, കുഞ്ഞെ, ഇവര് കണ്ട സ്വപ്നം ശരിയാണ്, ഇവര് കേട്ട പ്രവചനം ശരിയാണ്, പക്ഷേ അതല്ല ദൈവത്തിന്റെ പെർഫെക്റ്റ് വിൽ. കേട്ടോ? ഇത് സംഭവിക്കാൻ പോകുന്നത് ഞാൻ മുൻകൂട്ടി സ്വപ്നത്തിലൂടെ പ്രവാചകരിലൂടെ അറിയിച്ചു എന്ന് കരുതി അതിനായിട്ട് വിട്ടുകൊടുക്കുക എന്നല്ല അർത്ഥം. ദൈവം ഒരിക്കലും തോൽവിക്ക് കൈയടിക്കുന്ന ദൈവമല്ല. തോറ്റിട്ട് അവസാനം ദൈവസന്നിധി വന്ന് നിന്ന്, അയ്യോ കർത്താവ് എനിക്ക് തന്ന തോൽവിക്കായി നന്ദി, വചന വെളിവ് കേടാത്, വചന വെളിപ്പാടതല്ല. ദൈവം ദൈവമക്കളുടെ തോൽവിക്ക് കൈയടിക്കുന്ന ദൈവമല്ല. നിന്റെ പരാജയത്തെ ജയമാക്കുന്ന കർത്താവിന്റെ ഹൃദയത്തെ തിരിച്ചറിഞ്ഞാൽ നീ പരാജയത്തിന് വിട്ടുകൊടുക്കത്തില്ല. നീ ജയിച്ചു കയറുന്ന ജോഷുവ ജനറേഷനായി. ഇതാണ് വേർഡ് റെവലേഷൻ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക, നീ തോക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നത് God of heaven will give us
വിക്ടറി ഓർ സക്സസ്. മലയാള ബൈബിളിൽ പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ച് തരും. അതിന്റെ ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെയാണ്, ചില ട്രാൻസ്ലേഷൻ പറയുന്നത് the God of heaven will give us victory. ദൈവം ജയത്തെ തരുന്ന ദൈവമാണ്. ഞാനങ്ങനെ ഈ രണ്ട് വ്യക്തികളും പറയുന്നു സ്വപ്നം കണ്ടു, ദൈവമക്കളാണ്, അഭിഷേകമുള്ളവരാണ്. രണ്ടുപേരും പറയുന്നു ദൈവാലോചന ഇങ്ങനാണ്, ഞാൻ എന്നാ ചെയ്യേണ്ടത് നിങ്ങൾ പറയണം. ദൈവം ഇതാണ് വെളിപ്പെടുത്തിയതെങ്കിൽ പിന്നെ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ദൈവം ഇതല്ലേ വെളിപ്പെടുത്തിയേ. ഇനി വേണമെങ്കിൽ ഇങ്ങനെ കുറച്ച് കയറി ചിന്തിക്കാം. ഒരു വട്ടമല്ല, രണ്ട് അല്ലേ? രണ്ട് വട്ടം ഒരു കാര്യം ദൈവം ഇടപെട്ട എന്താ അത് ഉറപ്പിക്കും. ശരിയാണോ? അപ്പൊ സ്വപ്നവും ഉണ്ട്, പ്രവചനവും ഉണ്ട്. രണ്ടോ മൂന്നോ പേരുടെ വാമൊഴിയാൽ ഒരു കാര്യം ഉറപ്പിക്കാമെന്ന ന്യായപ്രമാണത്തിലെ വചനം ഉള്ളത് കൊണ്ട് ഉറപ്പിക്കും. ശരിയാണോ? പക്ഷേ എൻ്റെ മിനിസ്ട്രിയിൽ ഒരു അനുഭവം നിങ്ങളോട് പറയുകയാണ്, അത് ഇവളുടെ ലൈഫിലും കണ്ടു ഞങ്ങൾ. അതുകൊണ്ട് പറയുകയാണ്, കർത്താവിനോട് അറ്റ് ദ സെയിം ടൈം ഹോളി സ്പിരിറ്റ് വാസ് ടോക്കിംഗ് ടു മീ. എന്നോട് പറയുകയാണ്, നിന്റെ മേൽ കടക്കുന്ന അഭിഷേകത്തിലും പ്രവാചക അധികാരത്തിലും നിനക്ക് അജീഷ ഉറപ്പുണ്ടെങ്കിൽ നിനക്കിതിനെ പ്രാർത്ഥിച്ച് ഇപ്പോൾ തിരിക്കാം. But you should have the spiritual confidence in your calling or your authority or prophetical anointing. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഈ കുഞ്ഞിനെ നിർത്തി പറയുകയാണ്. ഞാൻ ഇതൊക്കെ ഇവക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈ ഹാളിൽ വെച്ചെടുത്ത ക്ലാസ്സാ അല്ലേ? ഇവക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഞാൻ ഈ ഹാളിൽ വെച്ച് നിങ്ങളോട് ഈ പറയുന്നത് ഇവളോട് പറഞ്ഞിട്ടാ പ്രാർത്ഥിച്ചത്. ശരിയല്ലേ? ഹല്ലേലൂയ. അപ്പൊ ഇവള് എക്സാം ഹാളിൽ വെച്ച് കരഞ്ഞു വന്നു. എന്തോ ഒരു സാധ്യത കുറവ് ജയിക്കാൻ തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ രണ്ടുപേരെന്നെ വിളിച്ച് പ്രാർത്ഥിച്ച ഒരു സാക്ഷ്യമുണ്ട് മോളെ എന്ന് പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ അന്ന് പ്രാർത്ഥിച്ച ഇങ്ങനെയാണ്, അന്ന് അവർക്ക് വേണ്ടിയിട്ട് ദൈവാത്മാവിനോട് പറഞ്ഞു, സ്വപ്നവും പ്രവചനവും പെർഫെക്റ്റ് വില്ലല്ല, അത് സംഭവിക്കാൻ പോകുന്നത് ഞാൻ വെളിപ്പെടുത്തി എന്നേ ഉള്ളൂ. പെർഫെക്റ്റ് വില്ല് എന്നും അതിനകത്തൊരു മാറ്റമില്ല, നിന്റെ ജയമാണ്. നിങ്ങൾ ഈ റവലേഷനകത്ത് നിന്ന് ഒരിക്കലും മാറരുത് കേട്ടോ. നിന്റെ കുടുംബജീവിതത്തിലാകട്ടെ, നിന്റെ എഡ്യൂക്കേഷനിലാകട്ടെ, നിന്റെ സമ്പത്തിന്റെ വിഷയത്തിലാകട്ടെ, നിന്റെ ഭാവിയുടെ കാര്യത്തിലാകട്ടെ, നിന്റെ തലമുറയുടെ കാര്യത്തിലാകട്ടെ, നിന്റെ ശുശ്രൂഷയുടെ കാര്യത്തിലാകട്ടെ, നിന്റെ ജോലി ബിസിനസിന്റെ കാര്യത്തിലാകട്ടെ, നിന്റെ ലൈഫിലെ ഏത് മേഖലയിലും പരാജയത്തിന് കൈയടിക്കുന്ന ഒരു ദൈവമല്ലെന്ന് വചനത്തിൽ ഞാൻ പറയാം. ദൈവം എന്നും നിന്റെ ജയമാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ അന്ന് പ്രാർത്ഥിച്ചത് ഇങ്ങനെ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇവർ കണ്ട സ്വപ്നങ്ങളുണ്ട്, പ്രൊഫസിയുണ്ട്, പക്ഷെ പെർഫെക്റ്റ് വിൽ ജയമാണ്. എൻ്റെ മേൽ പകർന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ഇതിനെ ഞാൻ പരാജയത്തിൽ നിന്ന് ജയത്തിലേക്ക് പ്രാർത്ഥിച്ച് തിരിക്കുന്നു, യേശുവിൻ നാമത്തിൽ ആമേൻ. ഇത്രയേ ഉള്ളൂ. ചോദിച്ചു നോക്കിക്കോ. ഈ ടെസ്റ്റ് മണി രണ്ടും പറഞ്ഞ് ഈ ഹോളി വെച്ച് ഞാൻ ഇവളോട് പറഞ്ഞു, മോളെ നീ ചെയ്യേണ്ടത് എനിക്ക് എന്റെ അഭിഷേകത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അല്ലേ? ഞാനിതാ പറഞ്ഞ, എന്റെ അഭിഷേകത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ, ഇത് മൂന്നാമത്തെ ഡോക്ടറാണ്, പ്രാർത്ഥിച്ചു തിരിക്കും. പ്രാർത്ഥിച്ചു വിട്ടു. അന്ന് ഓസ്ട്രേലിയയിലെ ഡോക്ടർ പറഞ്ഞ സാക്ഷ്യം, 20% പേര് മാത്രം ജയിച്ച എക്സാമിൽ ഈ ഡോക്ടർ ജയിച്ചു. UK ഡോക്ടറിന്റെ ടെസ്റ്റിമണി എനിക്ക് തോന്നുന്നു 36% മാത്രം ആളുകൾ ജയിച്ച എക്സാമിൽ എന്നോട് പറഞ്ഞത്, പലരും നന്നായി പഠിച്ചു പോയി എഴുതിയ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത പലരും തോറ്റ്, ഞങ്ങളുടെ കൊച്ചു ജയിച്ചു. കർത്താവിന്റെ സഭയ്ക്കകത്ത് ജയമുണ്ട്, കർത്താവിന്റെ സഭയ്ക്കകത്ത് ജയമുണ്ട്. ആമേൻ പറയുന്നില്ലെന്ന് തോന്നുന്നു. പറമോളെ, നിന്റെ അനുഭവം ദൈവസന്നിധിയിൽ പറഞ്ഞോട്ടെ. And there's just one thing that I wanna say. Thank you, Lord. Thank you, Lord, for all you've given
happy to be in the presence of God. Pastor Uncle mentioned a few brief introduction about it, but I'll tell you my side of the story. ഇന്ന് ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ എൻ്റെ ഭാഗത്തുള്ള കഥയാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. Pastor Uncle, definitely he knows a lot of story about our life and our family matters, everything. ഞങ്ങളുടെ ജീവിതത്തെ പറ്റിയും കുടുംബത്തിൻ്റെ കാര്യങ്ങളെ പറ്റിയും പാസ്റ്റർ അങ്കിൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. So Pastor Uncle also know the difficulty we are going through. ഞങ്ങൾ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയും പാസ്റ്റർ അങ്കിളിനെ അറിയാം. From the time I've asked Pastor Uncle to pray, there is two things that I followed what he said to me. ഞാൻ പാസ്റ്റർ അങ്കിളിനോട് ഈ കാര്യത്തെ പറ്റി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് റിപ്ലൈ ചെയ്തത് പ്രകാരം അന്നു മുതൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പിന്തുടരുന്നുണ്ട്. One, he said, you pray, you believe in your prayer, and you turn all your failures to success. നീ പ്രാർത്ഥിക്കുക, നീ പ്രാർത്ഥിച്ച് നിന്റെ എല്ലാ തോൽവികളെയും ജയമായിട്ട് തിരിക്കുക. Two, he said to me that you should surrender and give it to God, and you believe in your prayers. നീ നിന്റെ കാര്യങ്ങളെ സമർപ്പിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കീഴ്പ്പെടുത്തുക, എന്നിട്ട് കർത്താവിൽ വിശ്വസിക്കുക. So after Pastor Uncle said the two stories to me regarding the both sisters who cleared the examination. ഈ ഒരു പരീക്ഷ ജയിച്ച രണ്ട് സഹോദരിമാരെ പറ്റിയിട്ടുള്ള സാക്ഷ്യം പാസ്റ്റർ അങ്കിൾ എന്നോട് പറഞ്ഞതിന് ശേഷം After that I went home and Pastor Uncle also declared there is 1 week of fasting prayer. അതിനുശേഷം പാസ്റ്റർ അങ്കിൾ ഒരാഴ്ച ഒരു ഫാസ്റ്റിംഗ് പ്രയർ ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ചായിരുന്നു. I also with grateful heart I also took part in the fasting prayer. നന്ദിയുള്ള ഹൃദയത്തോടെ ആ ഉപവാസ പ്രാർത്ഥനയിൽ ഞാനും പങ്കെടുത്തു. So the first 2 days ആദ്യത്തെ 2 ദിവസങ്ങളിൽ ഞാൻ was praying about the results for my exam results. എൻ്റെ പരീക്ഷയുടെ റിസൾട്ടിന് ഫലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. But then God talked to me on the 3rd day. എന്നാൽ 3-ാം ദിവസം ദൈവം എന്നോട് സംസാരിച്ചു. God asked, if I have to see this favor for you, what can you give me? What do you want from me? What exactly is that you want from me? ദൈവം എന്നോട് ചോദിച്ചു, ഞാൻ ഈ ഒരു നല്ല കാര്യം നിനക്ക് വേണ്ടി ചെയ്തു തരാം, പക്ഷേ നീ ശരിക്കും എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? That's when I realized what I'm praying is not what actually God wants to hear from me. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പ്രാർത്ഥിക്കുന്ന വാക്കുകൾ ശരിക്കും ആ വാക്കുകളല്ല കർത്താവ് എന്നിൽ നിന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്. That's when I surrendered. I gave God the control for my life, because all this while I was praying for what I already want, but God wants more than that to give me. അതുവരെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെ ആവശ്യമാണോ അതൊക്കെയാണ് ദൈവത്തിനോട് ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അന്ന് ഞാൻ ആ ഒരു ലൈൻ മാറ്റി എൻ്റെ ജീവിതത്തെ കർത്താവിന് സമർപ്പിച്ചിട്ട്, കർത്താവ് നിനക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് വേണം എന്ന് ചോദിക്കാൻ തുടങ്ങി. See, that's when I started seeing the changes in my life. ആ ദിവസം മുതലാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണുവാൻ തുടങ്ങിയത്. I became less angry. I became more happy. എൻ്റെ കോപ സ്വഭാവങ്ങൾ മാറുവാൻ തുടങ്ങി. എനിക്ക് ഒത്തിരി സന്തോഷം ഉള്ളിൽ നിന്നുണ്ടാകുവാൻ തുടങ്ങി. I started controlling my emotions. I started praying to God. I started meditating on the word of God. എൻ്റെ ഇമോഷനെ ഞാൻ നിയന്ത്രിക്കുവാൻ തുടങ്ങി. ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കൂടുതൽ വചനധ്യാനം തുടങ്ങി. Then another question came into my mind. Once Pastor Uncle asked me, do you know what is your calling? നിന്റെ വിളി എന്താണെന്ന് പാസ്റ്റർ അങ്കിൾ ഒരിക്കൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചോദ്യം എൻ്റെ ഉള്ളിൽ വീണ്ടും ഉയർന്നു വന്നു. That's when I asked God, you're refining me to be a servant of God, to do your calling, so make me one. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നീ എന്നെ നിന്റെ വേലയ്ക്കായിട്ട് വേർതിരിച്ച് വിശുദ്ധീകരിച്ചുകൊണ്ട് അല്ലെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് എന്നെ അങ്ങനെ ഒന്നാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. This is what I prayed for the next 1 week. I didn't pray for my results. I didn't pray for anything else. I already gave. I closed the matter. Now I'm praying for my calling. And God just did wonderful miracle in my life. ആ ഉപവാസ പ്രാർത്ഥനയുടെ ബാക്കി 5 ദിവസവും ഞാൻ പിന്നെ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞാൻ ഓൾറെഡി കർത്താവിന് സമർപ്പിച്ചു. പിന്നെ കർത്താവിന് വേണ്ടി ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. Amen. And the end of the fasting prayer, this is this chapter I got from. It's Isaiah 41 verses 8, 9 and 10. ഉപവാസ പ്രാർത്ഥനയുടെ അവസാനം എനിക്ക് ലഭിച്ച വേദഭാഗം ഇതാണ്. യെശയ്യാവ് 41-ാം അധ്യായം 8, 9, 10.
But you, O Israel, my servant, Jacob, whom I have chosen, you are the descendants of Abraham, my friend. I took you from the ends of the earth, and from the farthest corners I called you, and I said, you are my servant, I have chosen you, and have not rejected you. So do not fear, for I am with you. Do not be dismayed, for I am a God. I will strengthen you and help you. I'll uphold you with my righteous hand. ആ വചനം ഇങ്ങനെയാണ്: നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. Amen. So God already gave me the answer. He said, I'm not going to reject you. I'm not going to stop your life here, because He's called me as His chosen servant. See, exactly what I asked from the God. ദൈവം എന്നോട് പറയാ, ദൈവം എനിക്കുള്ള ഉത്തരം അപ്പം തന്നെ വചനത്തിൽ കൂടെ തന്നു. ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന ജനമാണ്. Amen. So God told me, then why are you being afraid of your results? See, you're already the chosen servant. Now whatever comes your way, it's God's ways. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നീ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടതായ ദാസയാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് നീ ഈ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നത്? And then I was waiting for the entire week after the fasting prayer. Results were not coming, and I was quite like, because I'm human, I was getting worried. ഞാൻ ആ ഉപവാസ പ്രാർത്ഥനയിൽ അങ്ങനെ വെയിറ്റ് ചെയ്തു, എന്നാൽ റിസൾട്ടുകൾ വന്നില്ല. അപ്പോൾ ഞാൻ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഞാൻ പിന്നെയും വേദനപ്പെടുവാൻ തുടങ്ങി. But then God reminded me the word again and again about it. എന്നാൽ ദൈവം ആ വചനത്തെ വീണ്ടും വീണ്ടും എന്നെ ഓർമ്മിച്ച് എന്നെ ഉറപ്പിച്ചു. And then my sister came for vacation, so she's like, Chichi, can we see some Christian movie or something? And I was like, no, I don't want, I'm abstaining from it and all. എൻ്റെ സഹോദരി ആ സമയത്ത് അവധിക്കാലത്തിനായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ചേച്ചി നമുക്ക് പോയിട്ട് ഒരു ക്രിസ്ത്യൻ സിനിമ എന്തെങ്കിലും ഒന്ന് കാണാമോ? പക്ഷേ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഈ ഒരാഴ്ച ഞാൻ ഇതിൽ നിന്നൊക്കെ മാറി എന്നെ വേർതിരിച്ച് നിർത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞു. ആ ദിവസം മുതൽ പിന്നെ ഒരു പീരീഡിലത്തേക്ക് ഞാൻ എന്നെ അങ്ങനെ സൂക്ഷിക്കുമായിരുന്നു. I was like, okay, fine. I gave it. I let her do what she wants. And we were sitting and watching a movie. And I went back to my room. And I was like, okay, let me check now. And the very moment I checked my phone, it's like, congratulations, results have come and all that. All sorts of messages coming. Okay. അപ്പോൾ ഞാൻ അതിനുശേഷം എന്തായാലും സഹോദരിയുടെ ആഗ്രഹം പോലെ ഞാനും പോയിരുന്നു. ആ ഒരു ക്രിസ്ത്യൻ മൂവി കണ്ടു, മടങ്ങി വന്നു. ഞാൻ എൻ്റെ മൊബൈലിൽ നോക്കിയപ്പോൾ പെട്ടെന്ന് റിസൾട്ടുകൾ വന്നു എന്നുള്ള മെസ്സേജുകൾ ഇങ്ങനെ തുരുതുര വരികയാണ്. I was trembling, so I asked my sister to please check the results. എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരിയോട് പറഞ്ഞു, എൻ്റെ റിസൾട്ട് ഒന്ന് നോക്കി പറയാമോ? She looked and she just said, wow, that's it. സഹോദരി നോക്കിയിട്ട് പറഞ്ഞു, വാവ്, അത്രേ ഉള്ളൂ. I'll tell you, it's God's glory. I am telling you, it's only God's glory. ഞാനിത് പറയുന്നത് കർത്താവിന്റെ മഹത്വം മാത്രമാണ്, അതിനുവേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. When I was here in this church, I had only one thing, God, I should stand here in the same place and testify God's glory. എന്നിട്ട് എൻ്റെ ഒരു ആഗ്രഹം അന്ന് മുതൽ ഈ സഭയിൽ ഈ സ്ഥലത്ത് നിന്ന് കർത്താവിന്റെ മഹത്വത്തെ പറ്റി വർണ്ണിക്കണമെന്ന്, സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹമുണ്ടായി. It's not human minds, but it's God's plans. ഇത് മനുഷ്യന്റെ പദ്ധതികളല്ല, ദൈവത്തിന്റെ പ്ലാനുകളാണ്. This is my testimony. Trust in God's works in your life. Definitely you will have to struggle, because Christian life is not a bed of roses. നിങ്ങൾ കർത്താവിന്റെ വചനങ്ങളിൽ വിശ്വസിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. കാരണം ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു ജീവിതമല്ല. But if we choose to follow God, God is going to make it a bed of roses for us. എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ പദ്ധതിക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാതകളെ ഒരു റോസ് കൊണ്ട് നിറച്ച വഴി പോലെ കർത്താവാക്കി തീർക്കും. I am grateful to God Almighty for this wonderful testimony that I can say in front of all of you. I don't know who it's going to touch, but you have a problem today. Surrender. Surrender not for the results. Surrender not for the results of that solution, that problem, but for your entire revival.
ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് വലിയ സന്തോഷത്തോടു കൂടിയാണ്. ഈ മെസ്സേജ് ആരെയൊക്കെ തൊടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആർക്കെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്യുക. So, with a grateful heart, I am grateful to God Almighty and Pastor Uncle who's praying and everyone who knew about this matter and was praying for me. It's only God's glory and I don't want any sort of credit. I'm only giving it to God, and I've also prayed, whatever now God gives my way, my life, my degree, my career and my life is for God, and I've submitted and surrendered. So you also do as such, and God is going to show you great works. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയ സന്തോഷത്തോടെ ഈ സാക്ഷ്യം പറയുന്നു. ഇതിൽ എനിക്ക് മഹത്വമായി ഒന്നുമില്ല, എല്ലാ മഹത്വവും കർത്താവിന് മാത്രം. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അഭിഷേകത്തിന് വേണ്ടി മറ്റു വ്യക്തികൾ ഇത് ഈ വിഷയം അറിഞ്ഞ് പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനി എൻ്റെ ജീവിതം, എൻ്റെ ഡിഗ്രി, എൻ്റെ കരിയർ എല്ലാം ഞാൻ കർത്താവിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കരം പിടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കുക. സ്തോത്രം. എക്സാം കഴിഞ്ഞ് എന്നെ രജിസ്ട്രാർ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, പാസ്റ്ററെ, കൊച്ചു ഹോളിലിരുന്ന് കരച്ചിലായിരുന്നു. ബാക്കി നിങ്ങൾ ഊഹിച്ച് പൂരിപ്പിച്ചെടുത്തോണം. ഹല്ലേലൂയ. വിലാപത്തെ നൃത്തമാക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ പറയാൻ പറ്റാതെ പോയവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ പറയാം, വിലാപത്തെ നൃത്തമാക്കുന്ന ഒരു ദൈവമുണ്ട്.